ചന്ദ്രൻ ഒരു ആകാശഗോളം. ചന്ദ്രൻ സൂര്യനെയും നക്ഷത്രങ്ങളെയും പോലെ സ്വയം പ്രകാശിക്കുന്നില്ല, മറിച്ച് സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനത്തിലൂടെ പ്രകാശിക്കുന്നു. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27.3 ദിവസങ്ങൾ വേണം. ജൂലൈ 21 ചാന്ദ്രദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. അതിന്റെ ഓർമ്മയ്ക്കായാണ് നാം എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരായിരുന്നു ആ യാത്രികർ. അവർ എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത്, ചന്ദ്രനിൽ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ നാം ഏവർക്കും ആകാംക്ഷകളാണ്, അല്ലെ? നമുക്ക് നോക്കാം. അമേരിക്കയിലെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 എന്ന വാഹനമാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചത്. 110 മീറ്റർ നീളമുള്ള സാറ്റേൺ 5 എന്ന റോക്കറ്റായിരുന്നു അപ്പോളോ 11 വിക്ഷേപിക്കാൻ സഹായിച്ചത്. 1969 ജൂലൈ 16 ഇന്ത്യൻ സമയം രാത്രി 7:02 അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് 3100 ടൺ ഭാരവും വഹിച്ചുകൊണ്ട് അപ്പോളോ 11 കുതിച്ചുയർന്നു. മനുഷ്യനെ ഒരു ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ അനുസരങ്ങളായി. അങ്ങനെ ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യ മനുഷ്യനായി നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുകയും ചന്ദ്രോപരിതലത്തിൽ നടക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മണ്ണും പാറകഷ്ണങ്ങളും ശേഖരിച്ചു. അല്പസമയത്തിനു ശേഷം ആൽഡ്രിനും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ഇരുവരും ചേർന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ അമേരിക്കയുടെ പതാക സ്ഥാപിക്കുകയും ചെയ്തു. അവർക്ക് ചന്ദ്രനിൽ ധാരാളം ഗർത്തങ്ങളും പർവ്വതങ്ങളും കാണാൻ സാധിച്ചു. മാത്രമല്ല, ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ കാണാൻ സാധിച്ചു. അവർക്ക് ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രനിൽ വളരെയധികം ഭാരക്കുറവാണ്. അതുകൊണ്ടാണ് അവർ നടക്കുമ്പോൾ പാറി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം അവർ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഇനി നാം ഏവരും കാത്തിരിക്കുന്നു ഒരു ഇന്ത്യൻ പതാക ചന്ദ്രനിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ സുദിനത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.